ഇപ്പോൾ വീഡിയോ അല്ലേ, ആ വീഡിയോയിൽ സംഭവം വേണമെന്നല്ല, ഇവൻ ഇവളിപ്പോൾ വേണമെന്ന് പറഞ്ഞു. അവൻ പോയി, കാശൊക്കെ തീർന്നു, മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. നാട്ടിൽ വന്ന ശേഷം അവൻ വേണമെന്ന് പറഞ്ഞ് പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവർ അമ്മയച്ഛനും അവനെ കയറ്റിയിട്ടില്ല. വീട്ടിലൊന്നും കയറേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആകാൻ പോകുകയെന്ന് പറഞ്ഞ് നടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. വീടിനടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലി ചേട്ടൻ, പുള്ളിക്കാരനായിട്ട് നമ്മൾ അറിയാവുന്നത്. അപ്പോൾ അവരാണ് നമ്മളിത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ. 2 ദിവസം മുമ്പ് ഭയങ്കര വാർത്തയായിരുന്നു. സ്വന്തം അളിയൻ്റെ കൂടെ ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയി. അത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ആ ഒരു പെണ്ണ് ഒളിച്ചോടി പോയിരുന്നു. അതും ആ പെണ്ണിൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ച സമയത്താണ് ഈ ഒരു ഒളിച്ചോട്ടമൊക്കെ നടന്നത്. അതിനുശേഷം ഭയങ്കരമായിട്ട് ലൈവ് ഇട്ട് ഞങ്ങളെ പിരിക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്, ഞങ്ങളെ പിരിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണമെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ആ പെണ്ണിനെ കല്യാണം ഉറപ്പിച്ച് വെച്ച് ആ പയ്യനോട് ക്ഷമ ചോദിക്കുന്നു. കാരണം വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിയത്. എനിക്ക് എൻ്റെ ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു ഹസ്ബൻഡ്, ആ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇപ്പം ഈ പെണ്ണ് ഒളിച്ചോടി വന്ന ആ വ്യക്തി ഉണ്ടെങ്കിൽ അവനും ഇതിനകത്തിരുന്ന് ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഭയങ്കര വായിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു വീഡിയോ ഇട്ട് ഈ ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ചേച്ചിയോട് ഭയങ്കര ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല, ചേച്ചിക്ക് എപ്പം വേണമെങ്കിലും ചേട്ടനെ വന്ന് കാണാം, അതുപോലെ തന്നെ ചേച്ചി മക്കൾക്കും വന്ന് കാണാവുന്നേ ഉള്ളൂ, ഞാൻ തടഞ്ഞൊന്നും വെക്കത്തില്ല, നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ, ബട്ട് എനിക്ക് ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ രണ്ടാമതും വന്ന് പറഞ്ഞിരുന്നു. സോ ഇതിന് ശേഷം എന്ത് പറ്റിയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം നടന്നത്. ഈ ഒരു പെണ്ണിനെ വഞ്ചിച്ചിട്ട് അവൻ പോയി. ഇവരുണ്ടെങ്കിൽ ഗുരുവായൂരാണ് ഒരു ലോഡ്ജൊക്കെ എടുത്തത്. അത് ഈ ഒരു പെണ്ണിൻ്റെ ഒരു എന്താ പറയുക, മാലയൊക്കെ വിറ്റിട്ട് അതുപോലെ തന്നെ ഫോണൊക്കെ വിറ്റിട്ടാണ് ഇതുപോലെ അവർ റൂം എടുത്തത്. അതിന് ശേഷം പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഇവൻ എനിക്ക് തന്നെ വേണ്ട, ഈ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയും ചെയ്തു. അതിന് ശേഷം പെണ്ണ് ഭയങ്കര ഷോക്കായി. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഈ പെണ്ണിനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയച്ചു. അവിടെ ചെന്ന സമയത്താണെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്നും വേണ്ട, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോളില്ല എന്ന് പറഞ്ഞ് അവർ ഈ ഒരു പെൺകുച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ആ ഒരു ആദ്യമേ നിങ്ങൾ കേട്ട വോയിസ് പറഞ്ഞാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി മുസ്ലിമൊക്കെ ആവാൻ പോവുകയാണെന്നൊക്കെ പറയുന്നതെന്നാണ് ആ ഒരു വോയിസ് നമ്മൾ കേട്ടത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഇത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. മറ്റവരെ വിശ്വസിച്ചായിരിക്കും ഇറങ്ങി വന്നത്. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് കർമ്മ കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിലൊക്കെ മെയിനായിട്ടുള്ള ആ ഒരു വ്യക്തി, അവനാണ് ഇതിനെല്ലാം കാരണം. അവന് ഈ ശിക്ഷയൊന്നും തന്നെ കിട്ടിയില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവന് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടണം. കാരണം അവർ ആദ്യമേ കല്യാണം കഴിച്ച ആ ഒരു ഭാര്യയും മക്കളെയൊക്കെ ഭയങ്കരമായിട്ട് വഞ്ചിച്ചിട്ട് രണ്ടാമത് സഹോദരിയുടെ കൂടെയും ഇതേ കണക്കിന് ഇഷ്ടമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ഇതുപോലൊക്കെ പോയതിന് ശേഷം അവളെയും വഞ്ചിച്ചിട്ട് ഇവൻ കടന്നു കളഞ്ഞെങ്കിൽ എത്രമാത്രം ദുഷ്ടനായിരിക്കും ഇവൻ. അതുകൊണ്ട് തന്നെ അവന് കറക്റ്റായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ചെയ്യുന്നത് തെറ്റാണ്. സ്വന്തം സഹോദരിയും ഭർത്താവിനെ നിന്ന് പിരിച്ചതിന് ശേഷമാണ് ഇവൾ, ആ കുട്ടികളുണ്ട് ആ ചേച്ചിക്ക്, എന്നിട്ട് അതുപോലും ചിന്തിക്കാതെയാണ് ഇവൾ ചെയ്തത്. സോ അവൾക്ക് അതിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവന് ഇതെല്ലാം ചെയ്തിട്ടുള്ള സഹോദരിയും അതുപോലെ തന്നെ ആ ഒരു ആദ്യ ഭാര്യയും ഇത്രയും വഞ്ചിക്കും, മക്കളുണ്ട്, അവരെ എല്ലാം വഞ്ചിച്ചിട്ടാണ് ഇതേ കണക്ക് പോയത്. ഇപ്പം രണ്ടാമത് ഇതേ കണക്ക് പറ്റിക്കുകയും ചെയ്തു. ഇവനെ പോലുള്ളവർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.